ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. വളരെ സിമ്പിളും ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതൊരു കസ്റ്റമൈസ്ഡ് പീസാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉണ്ടായാലോ? ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 ഇഞ്ചിൻ്റെ ഗ്രോസ്കർ റിബണാണ്. 4 സെൻറ്റിമീറ്റർ നീളത്തിൽ 11 പെറ്റൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചിൻ്റെതാണ്. 4 സെൻറ്റിമീറ്റർ നീളത്തിൽ 11 ആണ് എടുത്തിരിക്കുന്നത്. 11 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഈ 11 എണ്ണം സൈഡ് നന്നായിട്ട് ഉരുക്കി, ഇതുപോലെ അതിൻ്റെ സൈഡ് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമില്ലേ, സൈഡ് കട്ട് ചെയ്തിട്ട് ഇതിനെ സെൻറ്ററിലോട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ആ 11 കട്ട് ചെയ്തില്ലേ, അത് 11 എന്ന് പറഞ്ഞാൽ ഒരുമിച്ചല്ല ഈ 11 നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു ലെയറിൽ 5ഉം ഒരു ലെയറിൽ 6ഉം ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ 11 ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 11 ഒരുമിച്ച് കട്ട് ചെയ്ത് സൈഡൊക്കെ ഉരുക്കി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉരുക്കിയിട്ട് ബാക്കി ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എപ്പോഴും ആ സൈഡ് നന്നായിട്ട് ഉരുക്കണം. അത് കാരണം അത് ഇളകി വരും കേട്ടോ. അതിൻ്റെ ആ നൂലില്ലേ, അത് നല്ല നീറ്റായിട്ട് നിന്നില്ലെങ്കിൽ ഇളകി വരും. അപ്പോൾ ആ ഒരു വൃത്തിയുടെ മാറ്റാനായിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും അത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. രണ്ടും ഈക്വൽ അല്ല, ഒന്ന് കുറച്ച് വലുതായിട്ട് നിൽക്കും. കണ്ടില്ലേ ഈ പെറ്റൽസ് ഇതുപോലെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് നിൽക്കും, അടുത്തത് അകത്തോട്ട് നിൽക്കും. ഒരുപോലെ ഒരേ ലെവലിലല്ല. അതിനുശേഷം ഒരു 6 സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 6 സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1 2 3 4 5 6 അങ്ങനെ 6 എണ്ണമാണ് കറക്റ്റ് നമ്മൾ കൊടുക്കേണ്ട സ്റ്റിച്ച് കേട്ടോ. ആ 6 എണ്ണം കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ചുരുക്ക് വരുന്നത്. അപ്പോൾ ഇത് 6 എണ്ണം എന്ന് പറഞ്ഞാൽ 6 എണ്ണം തന്നെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലത്. കാരണം നമുക്ക് ഈ 2 ഇഞ്ച് വീതി ഉള്ളപ്പോൾ നമുക്ക് 6 സ്റ്റിച്ച് കൊടുക്കാൻ കറക്റ്റായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ചുരുക്ക്, ഒരു 6 സ്റ്റിച്ച് ഇടുമ്പോൾ ഒരു 3 ചുരുക്ക് കിട്ടും നമുക്ക്. ആ ഒരു ചുരുക്ക് നമ്മൾ അവസാനം എല്ലാം ഒന്ന് ടൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫ്ലവറിന് ഒരു കറക്റ്റ് ഭംഗിയിൽ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം ആദ്യം ഒരു ലെയറാണ് ഞാൻ ചെയ്തത്. 5 എണ്ണം ചെയ്തു, ഒന്ന് എല്ലാം കൂടെ ഇത് ചെയ്തു. 6 എണ്ണം, 1 6ഉം 1 5ഉം. അപ്പോൾ അത് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ഈ ടൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇറുക്കി നല്ല അങ്ങനെ ചെയ്യല്ലേ. തീരെ ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കണ്ട, ജസ്റ്റ് ആവശ്യത്തിന്. ആ സെൻറ്ററിൽ നമുക്കൊരു ഗ്യാപ്പ് വേണം. ആ ഒരു ഇതിൽ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓക്കെ, കണ്ടല്ല. അപ്പോൾ 2 ഞാൻ ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ആ ഫ്ലവറിൻ്റെ ഇതിൽ ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കയ്യിലുള്ള എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതെടുക്കാം. ഫെൽറ്റ് ഷീറ്റിലാണ് ഞാൻ ചെയ്തത്. ഇനി ഫെൽറ്റ് ഷീറ്റാണ് കുറച്ചുകൂടെ ഒരു പ്രോപ്പറായിട്ട് നിൽക്കുന്നത്. ആ ഫെൽറ്റ് ഷീറ്റിലേക്ക് ആദ്യത്തെ ഒരു ലെയർ ഒട്ടിച്ച് അതിനുശേഷം അടുത്ത് ആ മേളിൽ ലെയർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ വെച്ച്, ഈ ഗ്ലൂ ഗൺ മാത്രമല്ല നമ്മുടെ ഗ്ലൂവിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ പേസ്റ്റ് ആയിക്കോളും, ബുദ്ധിമുട്ടൊന്നുമില്ല, നന്നായിട്ട് ഇരുന്നോളും. സെൻറ്ററിലേക്ക് ഞാനൊരു ക്ലിപ്പ് സ്റ്റോണോ പേളോ എന്താ ഉള്ളത് അത് നമുക്ക് വെച്ച് ചെയ്യാം. ഞാനിതിൽ കുറച്ച് വലിയ ഒരു ക്ലിപ്പ് സ്റ്റോണാണ് കൊടുത്തത്. കുറച്ച് വലിയ സൈസാണ് കൊടുത്തിരിക്കുന്നത്. ആ സൈസ് കൊടുത്ത് ഈ ഗ്യാപ്പിനെ അകത്തോട്ടാണ്, ആ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ പെറ്റൽസ് എല്ലാം കുറച്ചുകൂടെ മേളിലേക്ക് ഇങ്ങനെ ഒരു നമ്മുടെ താമരപ്പൂവൊക്കെ നിൽക്കത്തില്ലേ, കുറച്ചുകൂടെ മേളിലോട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവില്ല എങ്കിലും കുറച്ചുകൂടെ ഒന്ന് മേളിലോട്ട് ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ വിടർന്ന് വരും നമ്മൾ അകത്തേക്ക് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആവശ്യമായ ഫ്ലവർ നമ്മൾ ചെയ്തു. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു എന്താ പറയുക, പോളനല്ല കൊടുത്തത്, നമ്മുടെ ബീഡ്സ് കോർത്തിട്ടാണ് ചെയ്തത്. 4M ബീഡ്സ് തന്നെ ഒരു 6 ബീഡ്സ് കോർത്ത് സെൻറ്ററിലേക്ക് 6 ബീഡ്സ് കോർത്തെടുക്കുക. ഇതുപോലെ കോർത്തിട്ട് ഇനി അതിനൊരു റൗണ്ട് ഷേപ്പിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് നമുക്ക് എത്ര ട്വിസ്റ്റ് വേണോ അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ട്വിസ്റ്റ് ചെയ്യുക. അടുത്ത് വീണ്ടും ആ സൈഡ് ലെയറിലേക്ക് വീണ്ടും, കാരണം നമ്മൾ സെൻറ്ററിൽ നിന്നാണ് എടുത്തത്, അപ്പോൾ 2 സൈഡിലും ഉണ്ട്. ഈ 2 സൈഡിലും നമ്മൾ എഗെയിൻ വീണ്ടും 6 ബീഡ്സ് വീതം ഇട്ടിട്ട് എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത സൈഡിലേക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ബീഡ്സിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് കൂട്ടാം, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോൺസിൻ്റെയൊക്കെ അനുസരിച്ച്. അല്ലെങ്കിൽ നോർമൽ പോളൻ പോലെ നമുക്ക് ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടം എന്താണ് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ഇത് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം സെൻറ്റർ വീണ്ടും ഞാൻ ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്യും. അതിന് ശേഷം വേണം 2 സൈഡിലും വീണ്ടും ബീഡ്സ് കൊടുക്കാനായിട്ട്. നോക്കി, ഇനി വീണ്ടും ഇതുപോലെ
6 ബീഡ്സ് നമ്മൾ ഒന്ന് കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഈ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ആ ബീഡ്സ് ഫസ്റ്റത്തെ റോയിലും സെക്കൻഡ് റോയിലും ഏകദേശം ഒരേ ഒരു നീളം ഇരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ അത് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാനൊരു 3 ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് മാറ്റാം. ഇത്രയും നമുക്ക് ലെയർ വേണ്ടായെങ്കിൽ നമുക്ക് ലെയർ കുറച്ച് നമുക്ക് തന്നെ ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ സ്റ്റോണാണ് കൊടുക്കുന്നത്. ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം, പേള് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റി ചെയ്യാം. അപ്പോൾ ഇതുപോലെ P7000 ഗ്ലൂ ആ സെൻറ്ററിലേക്ക് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സ്റ്റോൺസ് ഫിക്സ് ചെയ്തു. എന്നിട്ടൊന്ന് ഡ്രൈ ആവാൻ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വെക്കുക. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന്, അതുകൊണ്ട് ഞാനിപ്പം അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നില്ല, ആ ഫ്ലവറിനെ ഫിക്സ് ചെയ്യുന്നില്ല. അതിന് അടുത്ത് ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെയർ ബാൻഡ്, അടുത്ത ഘട്ടത്തിൽ നമ്മളെ ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് നമ്മളെ ബീഡ്സ്, സെയിം ബീഡ്സ് തന്നെയാണ് ഞാൻ ഫുള്ളൊന്ന് കോർത്തെടുത്തു. ഒരു 2 ലെയർ എടുത്തു. അതിൻ്റെ ഒരു സൈഡ്, ഒരു എഡ്ജ് ഞാൻ നമ്മുടെ ഹെയർ ബാൻഡിൽ ഒരു സൈഡിൽ ടൈ ചെയ്തു. നമ്മൾ ബീഡ്സ് കോർത്ത് കഴിയുമ്പോൾ 4mm വയറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഞാൻ ടൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ 2 ഞാൻ കോർത്തല്ല, അതിൻ്റെ ഡയഗണൽ ഷേപ്പിൽ 2 നമ്മൾ ബീഡ്സ് കൊടുക്കും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെയാണ് ആ ബീഡ്സ് കോർത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 ബീഡ്സിട്ട് കോർത്ത് പോകും. ഇത് ആദ്യം ഒരു 2 ബീഡ്സ് കൊടുക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം ഇടത്തില്ലേ, അതുപോലെ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും. വളരെ സമയമെടുക്കിയ ബുദ്ധിമുട്ടൊന്നുമല്ല, നോർമലി പെട്ടെന്ന് നമുക്കങ്ങ് ചെയ്തു പോവാം അത്. അപ്പോൾ അത് നമ്മുടെ ഫ്ലവർ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് വരെ ഞാനത് കംപ്ലീറ്റ് ഒരു ഓർഡറിലങ്ങ് ചെയ്തു പോയി. ഇത് ശരിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്, 2 ബീഡ്സ് വെച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ വെറുതെ ഞാനിത് ഏകദേശം പെട്ടെന്ന് തന്നെ ആ സെൻറ്റർ വരെ നമുക്ക് ഫ്ലവർ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അതുവരെ അങ്ങ് ചെയ്തു. അതിന് ശേഷം ഇതുപോലെ 2 ബീഡ്സ് ഇതുപോലെ എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, വളരെ എളുപ്പമാണ്. എന്നിട്ട് ബാലൻസ് ഉള്ള നമ്മുടെ എയർ സെൻറ്ററിലേക്ക് ഒരു 2-3 ലെയർ അങ്ങ് ചുറ്റി വിടുക. ആ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലവർ കൊടുത്ത് ചെയ്യാം. ഇതുപോലെ ഫ്ലവർ കൊടുക്കാനായിട്ട് ഫെൽറ്റ് ഷീറ്റ് എടുക്കുക. കാരണം നേരത്തെ ഞാൻ ഡ്രൈ ആവാൻ വേണ്ടി ആ പോളൻസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിനെ ഒരു ലെയറിൽ ഫിക്സ് ചെയ്തു. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പമാണ്. ഞാനൊന്ന് ഡ്രൈ ആവണമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ പോളൻസ് നമ്മൾ ചെയ്തത് അവരത് 3 ഞാനിതുപോലെ കൊടുക്കുകയാണ്. ഇതിലാണ് ഞാൻ എന്നിട്ട് ഈ ഫ്ലവറിനെ അങ്ങ് പേസ്റ്റ് ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഒട്ടിയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി പോകും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആ ഫ്ലവറിനെ ഞാൻ വയ്ക്കുകയാണ്. ഇത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ കേട്ടോ. ഞാനും ഇത് നമ്മളുടെ സ്വന്തം ഐഡിയയിലാണ് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ കിട്ടത്തില്ലേ, ഇതുപോലെ. എന്നിട്ട് നന്നായിട്ട് ആ പുറകിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് അതിൽ നന്നായി പേസ്റ്റായി. ഇനി ഇത് ഇളകത്തില്ല കേട്ടോ, നന്നായി തന്നെ പേസ്റ്റായിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് വെറുതെ ഒരു പുറകിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പും കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഹെയർ ക്ലിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഹെയർ ബാൻഡ് ഫിക്സ് ചെയ്യുകയാണ്. ജസ്റ്റ് ഹെയർ ബാൻഡ് നമ്മുടെ ഹെയർ ബാൻഡ് ഇതിലേക്ക് വെക്കുക. പുറകിലേക്ക് സെയിം ഒരു റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ലെങ്തിലോ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അപ്പോഴേക്കും അത് കറക്റ്റ് അവിടെ ഇരിക്കും. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ബാലൻസ് വരുന്നത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതങ്ങ് പുറത്ത് കാണാനൊന്നും പറ്റത്തില്ല. ഇത് ബ്ലാക്ക് ആണെങ്കിൽ അത്രയും നല്ലതാണ്. ബ്ലാക്ക് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ കാണാമെങ്കിൽ ഹെയറിൽ വെക്കുമ്പോൾ ബ്ലാക്ക് ആണ് ഏറ്റവും നല്ലത്. എൻ്റെ ബ്ലാക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ നോക്കി, ഇനി ബാലൻസ്. ഇനി നമുക്ക് നമ്മൾ ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ബാക്കി കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റ് സാധാ ഗ്ലൂ ആണെങ്കിൽ ഒന്ന് ഡ്രൈ ആവാൻ എടുക്കുന്ന സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും സെയിം നമ്മളിപ്പോൾ ചെയ്തത് സെയിം തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ്. പെട്ടെന്ന് നമ്മൾ പുതുതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം 1-2 പ്രാവശ്യം അത് ചുറ്റിയെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ 2 സൈഡ് മേക്കിലാണെന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ആ വയർ നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായി ചുറ്റി കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം എൻഡ് ടേപ്പും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡ്
ഓക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഹെയർ ബാൻഡ് എൻഡ് ടേപ്പിന് പകരം നമുക്ക് സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അപ്പോൾ ഞാൻ ശരിക്കും ക്രിസ്മസിന് മുന്നേ ചെയ്തുകൊണ്ട് ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. ശരിക്കും നല്ല ഭംഗിയായതുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. ശരിക്കും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് ശരിക്കും ഇതേ കളറിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ മാറ്റി ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.